ഹായ് ഫ്രണ്ട്സ്, ലുബ്നാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കിലോ മത്തൻ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഒരു 1/2 കപ്പ് വൻപയർ കഴുകി കുതിർത്ത് വെച്ചതാണിത്. ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള കടുക്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പും. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ മൺപയർ വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് മത്തൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മത്തൻ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മുറി തേങ്ങ ചിരവിയതാണിത്. അതിൽ പകുതിയും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ചതച്ചെടുക്കുന്നത്. ബാക്കിയുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാൻ മാറ്റി വെക്കാം. നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മൺപയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തനിലുള്ള വെള്ളം വറ്റി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മൺപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചെറിയൊരു ശർക്കര പൊട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ചെറിയ തിള വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുത്ത് വരാം. തേങ്ങ വറുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തേങ്ങ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ മൺപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.